സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു. പിതാവേ, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട്. ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു, ഞങ്ങളിൽ വന്ന് നിറയണമേ. 91 സങ്കീർത്തനം. കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിൻ്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിൻ്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പ്രിയ ദൈവജനമേ, ഇന്ന് നമുക്ക് 91 സങ്കീർത്തനത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഈ സങ്കീർത്തന ഭാഗം ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തെയും അവിടുന്ന് നൽകുന്ന സംരക്ഷണത്തെയും പറ്റിയുള്ള ശക്തമായൊരു സന്ദേശമാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന വാക്കുകളോടെയാണ് ഇത് ആരംഭിക്കുക. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സുരക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവാണ് തൻ്റെ സങ്കേതമെന്നും കോട്ടയെന്നും അവൻ പറയുന്നു. അവിടുന്ന് നമ്മെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും സംഹാരകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവിടുത്തെ ചിറകിൻ കീഴിൽ നാം അഭയം തേടുന്നു. അവിടുത്തെ സത്യം നമ്മുടെ കവചവും പലകയുമാണ്. രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ദുരന്തത്തിൽ നിന്നും നാം ഭയപ്പെടേണ്ടതില്ല. 1000 നമ്മുടെ ഒരു വശത്തും 10,000 നമ്മുടെ മറുവശത്തും വീണാലും നമുക്ക് ഒന്നും സംഭവിക്കില്ല. കർത്താവ് മരുഭൂമിയിൽ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ സാത്താൻ തന്നെ ഈ ഭാഗത്തിൽ നിന്ന്, സങ്കീർത്തനം 91 അധ്യായത്തിൽ നിന്നുള്ള ഭാഗം എടുത്തുകൊണ്ട് കർത്താവിനോട് സംസാരിച്ചത് എന്നുമാത്രം ശക്തമാണ് ഈ സങ്കീർത്തന ഭാഗം എന്നതിനെ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്നത്തെ ലോകം അരക്ഷിതത്വത്തിൻ്റെയും ഭയത്തിൻ്റെയും ലോകമാണ്. സാമ്പത്തിക അരക്ഷിതാവസ്ഥ, മഹാമാരികൾ, നശിച്ചു പോകുന്ന ബന്ധങ്ങൾ, യുദ്ധങ്ങൾ എന്നിവയെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്നു. അതുകൂടാണ്ട് രോഗ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ. എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ കഴിവുള്ള ശക്തനായ ദൈവം നമുക്കൊപ്പം എന്നും ഉണ്ടെന്നാണ്. സങ്കീർത്തനത്തിൻ്റെ ബാക്കിയുള്ള തുടർന്നുള്ള ഭാഗങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. നീ കർത്താവാണ് എൻ്റെ സങ്കേതമെന്ന് പറഞ്ഞതുകൊണ്ട് അത്യുന്നതനെ നീ നിൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഒരനർത്ഥവും നിനക്ക് സംഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. കാരണം നിൻ്റെ വഴികളിലെല്ലാം നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ ഭാഗമാണ് സാത്താൻ കർത്താവിനെ അന്ന്
മരുഭൂമിയിൽ വെച്ച് ഓർമ്മിപ്പിച്ചത്. അതായത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കാൻ അവിടുന്ന് ദൂതന്മാരെ അയക്കുന്നു. That is a guarantee by God the Father. You believe it or not, I believe it or not, that is a promise. And God always fulfills His promises. അപകട സമയങ്ങളിൽ പോലും നമ്മെ വീഴാതെ താങ്ങാൻ അവിടുന്ന് ശക്തനാണ്. പാമ്പുകളുടെയും അണലികളുടെയും മുകളിൽ നാം ചവിട്ടും, കാരണം അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവം അവനെ വിടുവിക്കും. അവന് ഒരു അനർത്ഥവും ഉണ്ടാവില്ല. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവനോട് ഉത്തരം പറയും. കഷ്ടതയിൽ ഞാൻ അവനോടുകൂടി ഉണ്ടായിരിക്കും. ഞാൻ അവനെ വിടുവിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ തൃപ്തിപ്പെടുത്തുകയും എൻ്റെ രക്ഷ അവനെ കാണിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് വളരെ വളരെ അകന്ന് സ്വന്തം കഴിവുകളിലും തീരുമാനങ്ങളിലും ശക്തിയിലും ആശ്രയിക്കുന്നു. ദൈവത്തെ വിളിക്കാതെ വായുകൊണ്ട് മാത്രം, അധരം കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മളായിട്ട് തന്നെ സൃഷ്ടിച്ച ദൈവത്തെ നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, സത്യദൈവത്തെ ആരാധിക്കാതെ. എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സംരക്ഷണം ലഭിക്കൂ എന്നാണ്. നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ്, ബാങ്ക് ബാലൻസ്, നമ്മുടെ ജോലി, നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, നത്തിങ് ഓഫ് ദിസ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് അസ്. നത്തിങ്. ഓൺലി ഗോഡ് ദ ഫാദർ is our refuge, is our rock. God the Father is the only true God, the immortal, invisible God of gods, King of kings. പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനത്തിലെ വാഗ്ദാനങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലൂടെയും പഠനങ്ങളിലൂടെയും പൂർത്തീകരിക്കപ്പെടുന്നു. മത്തായി 4:6 സാത്താൻ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ഈ സങ്കീർത്തനത്തിലെ വചനങ്ങൾ ഉദ്ധരിച്ചു എന്ന് നാം വായിച്ചല്ലോ. എന്നാൽ യേശു സാത്താൻ്റെ പരീക്ഷയെ നിരാകരിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശമരണം, ഉയർപ്പ് എന്നിവയിലൂടെ ദൈവം നമുക്ക് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പൂർണ്ണമായ വിടുതൽ നൽകി. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ കയ്യിൽ എല്ലാ അധികാരത്തിൻ്റെ താക്കോലും നൽകപ്പെട്ടിരിക്കുന്നു. യേശു തൻ്റെ ജീവിതം മുഴുവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. അങ്ങനെ അവിടുന്ന് വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി മാറി. കർത്താവായ യേശുവിൻ്റെ തിരുനാമത്തിൽ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകുന്നു. നാം വിളിക്കുന്നുണ്ടോ? നമ്മുടെ വിഗ്രഹങ്ങളെ എടുത്ത് മാറ്റി തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം സഹോദരങ്ങളെ. ഇന്ന് തന്നെ നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് യേശുവിനെ വിശ്വസിച്ച് അവൻ്റെ വചനങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ അപകടങ്ങൾക്കും രോഗങ്ങൾക്കും തിന്മകൾക്കും മേൽ അധികാരം പൂർണ്ണമായി ലഭിക്കുന്നു. ഇന്ന് നമ്മിൽ പലരും നമ്മുടെ ജീവിതത്തിൽ സാത്താൻ്റെ പ്രലോഭനങ്ങൾ വീണു പോവുകയാണ്. എന്നാൽ യേശുവിൻ്റെ അനുശാസനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്നാണ്. ഈ സങ്കീർത്തനത്തിലെ പാഠങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുമ്പോൾ നമ്മെ കർമ്മനിരതരാകാൻ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ സുരക്ഷിതത്വം ലഭിക്കൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം നമ്മുടെ വിശ്വാസം ശക്തമാക്കുകയും ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുകയും വേണം. പാപത്തെക്കുറിച്ചുള്ള ബോധം നമ്മെ ഭയപ്പെടുത്തുന്നില്ല. കാരണം യേശു നമ്മുടെ പാപങ്ങൾക്കായി കുരിശിൽ മരിച്ചു. നാം പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് അകന്നു പോയിട്ടില്ല. മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ആത്മാവിൽ പ്രതിഫലിച്ച് നമ്മുടെ കർത്താവിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കണം. നമ്മെ ദുരിതത്തിലാഴ്ത്തിയ കാലത്തോളം സന്തോഷം നൽകണമെന്ന് മോശ പ്രാർത്ഥിച്ചിരുന്നു. യേശുവിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം സഹോദരങ്ങളെ. പുതിയൊരു ജീവിതം നമുക്ക് ഇന്ന് ആരംഭിക്കാം. ഇന്നത്തെ വെല്ലുവിളികളോടുള്ള നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇന്ന് നമ്മിൽ പലരും നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാണ്ട് പല കാര്യങ്ങളിൽ ആകുലപ്പെട്ട് നമ്മുടെ ശ്രദ്ധ പിതാവായ ദൈവത്തിൽ നിന്ന് മാറ്റി ജീവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയിൽ തുടരുകയല്ലേ? ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെന്ന നിലയിൽ, ക്രിസ്തുവിനെ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്നവർ എന്ന നിലയിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുക എന്നതാണ്. അതിനായി നമ്മുടെ ജീവിതത്തെ പുനർക്രമീകരിക്കാം. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി പാപത്തിൽ നിന്ന് വിട്ടുനിന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങാം ഇന്ന് തന്നെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സുസ്ഥിരമാക്കാൻ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ ഉണ്ടാകണമേ എന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം.
നമ്മളതിനായി ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം ഒരു നെടുവീർപ്പ് പോലെ, ഒരു കുമിള പോലെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തിനായി എന്ത് ചെയ്തു എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയരണം. അതുകൊണ്ട് പാപത്തിൽ നിന്നും അലസതയിൽ നിന്നും പിന്തിരിയാൻ, ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കാൻ ഇന്ന് തന്നെ തയ്യാറെടുക്കാം. ഇന്നത്തെ ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. തിരിച്ചറിയാം. കർത്താവിൻ്റെ രണ്ടാം വരവിനായുള്ള ഒരുക്കത്തിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അത് നമ്മെ എപ്പോഴും ജാഗ്രതയോടെ ജീവിക്കാൻ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു നാഥ. തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാപിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നാഥ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.